ആ നിർത്തിയോ? ഇത് ആർക്കാണ്ടും വേണ്ടി നടക്കുന്ന പോലെ ഉണ്ടല്ലോ. മതിയടാ, ബ്രീത്ത് കിട്ടുന്നില്ല. എന്നാ മമ്മ ഒരു കാര്യം ചെയ്യും, അവരുടെ കൂടെ പോയി ചിരിക്കേ, കുറച്ച് റിലാക്സ്ഡ് ആവും. അയ്യേ, ചിരിക്കവര് നമ്മുടെ നാട്ടിലിതിനെ ഇളിക്കാന്ന് പറയാ. ഈ ഇളിയും ചിരിയൊക്കെ റിലേറ്റീവ്സ് ആയിട്ട് വരും, വകയിലെ ചേട്ടനനിയന്മാരെ പോലെ, കസിൻ ബ്രദേഴ്സ്. ഹലോ, 1 സെക്കൻഡ്. ദീപു. ഹലോ ദിബു, ഗുഡ് മോർണിംഗ്. Yesterday, you told me about the Malayali girl, right? Yeah. Malayali girl. The Malayali girl has been found locked in a lodge near my home. Can you come? I'll be there within an hour. Okay. Thank God. എന്നാടാ കാലത്ത് ദൈവത്തെ വിളിക്കുന്നേ? മമ്മ പോയേക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഡോബി ഹെഡിൽ ഒരു മലയാളിയുടെ ഡെഡ് ബോഡി കണ്ടു. അയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതാ ഇന്ന് കാലത്ത് ദിബുവിന്റെ വീടിന്റെ അടുത്തുള്ള സ്ട്രീറ്റില് ഒരു മലയാളി പെൺകുട്ടിയെ ലോഡ്ജ് റൂമിൽ ലോക്ക് ചെയ്ത പോലെ കണ്ടെന്ന്. മേ ബി ദ സെയിം ഗേൾ. ആ കുട്ടിയും അയാളുടെ കൂടെ മരിച്ചാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടോ? സാറിന്റെ ഇവിടെ ഈ വയ്യെങ്കിൽ എഴുന്നേക്കണ്ട, കിടന്നോളൂ. സാരമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ও দাদা, ওর সম্পর্কে একটু জেনে নি। ওকে একটু সময় দি. ഇതെന്താ നെറ്റില് ബ്ലഡ്? ആ പടിത്തട്ടി വീണതാ. അയ്യോ, മലയാളത്തിലുള്ള ഈ സംസാരം കേട്ടപ്പോ തന്നെ ആശ്വാസമായി. ഇവരുടെ ഈ കലബല വർത്താനത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടെ അവർക്കൊട്ട് മനസ്സിലാവണില്ല. പെട്ടെന്ന് അങ്ങ് തനിച്ചായതുപോലെ, പേടിച്ചിട്ട് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്ന ആള് ആരാ? ഹസ്ബൻഡ്? ആ, ഏട്ടൻ പുറത്തു പോയിക്ക. അയ്യോ, പറഞ്ഞ പോലെ സാറിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഏട്ടൻ എന്നങ്ങനെ പറഞ്ഞത് അടുത്ത് മലയാളികളൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പൊട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞത്. സാർ ഇരിക്കേ. പിന്നെ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാ ചീത്ത പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യാ? സാറിനൊരു ചായ ഇടാൻ ഇവിടെ പാലും വെള്ളമൊന്നും ഇല്ലല്ലോ. I don't think she's aware of that. ഈ മുറി പുറത്തുനിന്ന് പൊട്ടിയതാരാ? ഏട്ടനാ. എനിക്കിവിടെ ആരെയും ഭാഷയൊന്നും അറിയാത്തോണ്ട് ജോലിക്ക് പോയപ്പോ പൂട്ടിട്ട് പോയതാ. എന്താ അയാളുടെ പേര്? ഹരികുമാർ. നിങ്ങളുടെ? കൃഷ്ണ, കൃഷ്ണപ്രിയ. 2-3 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവില്ലേ മുറി പൂട്ടിപ്പോയിട്ട്? ഹരി ഇനിയും മടങ്ങി വരാത്ത എന്താന്ന് ഇതുവരെ എന്താ അന്വേഷിക്കുന്നേ? അജിത്, ওইসব কথা ওকে এখন স্ট্রেট ওয়েতে বলো না। സാറേ, തല ചുറ്റുന്ന പോലെ എനിക്ക് ഇത്തിരി ചോറ് വാങ്ങിച്ചു തരുമോ? ഇല്ലെങ്കിലേ എനിക്കിതുവരെ അവരോടത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ, അവരുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ അത് ഡയറക്റ്റായി പറയുന്നേ? ശരിക്കിപ്പോൾ ഞാനാ പെട്ടത്. അങ്കിളേതായാലും ആൻറ്റിയെ കൂട്ടിയിട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരണം. ഡെഡ് ബോഡി അവിടെ നിന്നല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. ആ, എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞേ എങ്ങനെയെങ്കിലും അവരോടെ എത്തിക്കാം. ആ ദിവാരേട്ടനൊന്ന് അറിയിച്ചേക്കെ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്, അതാ തല ചുറ്റിയത്. അമ്മ അവിടെ എത്തിയിട്ട് വിളിക്കാം. 2 എണ്ണല്ലേ കഴിച്ചുള്ളൂ, ഒന്നുകൂടി കഴിച്ചോളൂ. അയ്യോ വേണ്ട, വയറ് നിറഞ്ഞു. ആ പറഞ്ഞത് നേരാ, അതിൻ്റെ സയറും വിളി. അയ്യോ,
യേശുദാസിന്റെ പാട്ട്. ആഹാ, അപ്പൊ ഹിന്ദി പാട്ടൊക്കെ അറിയോ? പിന്നെ ആന്റി അമ്മച്ചി എന്നെ കൊണ്ട് എപ്പോഴും പാടിപ്പിക്കുന്ന പാട്ടല്ലേ. ആഹാ. दीदी ये जे चा ചായ. അർത്ഥവും വരിയൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ മൂന്നു. ആന്റി അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. अजीत somebody is following us. Don't look now, just wait me. ഒരുപാട് ഇഷ്ടാ ആന്റി അമ്മച്ചിക്ക് പാട്ട്. ഈ ആന്റണിച്ചിക്ക് ഇപ്പൊ എവിടെയാ? നാട്ടിലായിരുന്നു, ഇപ്പൊ കാനഡയിലാ. ഓ, കോത്തോ വെച്ചേ. डॉक्टर बाबू ഹരി ഇവിടെ എവിടെ ജോലിക്ക് പോയെന്നറിയോ? ജോലിക്ക് പോയതൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് സാറിനോട് അങ്ങനെ പറഞ്ഞത്. എന്നോട് വഴക്കുണ്ടാക്കി പോയതാ. അതാ വരാത്തത്, എന്നെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട്. കരയില്ലേ, ഇതൊരു പബ്ലിക് പ്ലേസാ. അയാള് വരാത്തത് അയാൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലില്ല. ബന്ധുക്കളായിട്ട് ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ വന്നിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഹരിയേട്ടൻ്റെ ബന്ധുക്കളൊക്കെ എവിടെയാണെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഹരിയേട്ടൻ എന്താ പറ്റിയ സാറേ? എന്താ സാറേ, നല്ല വണ്ടി ഇടിച്ചോ? एकटू पक्का रास्ता दिए चलो तो साहब रास्ता ऐसे ही साहब അത് ആശുപത്രിയിലേക്ക് സമാജത്തിന്റെ ആളുകള് अजीत ആ अजीत हाँ। ওই গাড়িটা আমাদের ফলো করছে কি দ্যাট সেম কার ইজ ফলোইং আস എന്താ സാറേ, എന്താ ആരെ പറ്റി? ഫോളോ ചെയ്യുന്നുണ്ടെന്ന്? ये तो অনেকক্ষণ ধরে পিছা করছে সাহেব সামনে সামনে মেট্রো স্টেশন কাছে রাখো। ঠিক আছে ഹലോ അങ്കിൾ, ഞാൻ ദേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്തൊരു ലിഫ്റ്റിലാണ്. അങ്കിൾ ഇപ്പോൾ എവിടെയുണ്ട്? ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ശരി, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ആ ഞാൻ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ? അതിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ശരി വാ. വരൂ. ഇത് കൈരളി സമാജ സെക്രട്ടറിയുടെ വൈഫാ ലീല. എന്താ മോളുടെ പേര്? കൃഷ്ണപ്രിയ. നാട്ടിലെവിടെയാ? പട്ടാമ്പിക്കടുത്ത. ഏട്ടൻ എവിടെ കിടക്കുന്നത്?
स्ट्रक्चर झाड़ो आगे बॉडी आइडेंटिफाई ठीक है उन्हें एक नहीं ऐसे